ഹായ് എവരി വൺ, ബിയോണ്ട് ദ പ്ലേറ്റ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് ഒരു ഇൻഡോ ചൈനീസ് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാം. അതിനായി വേണ്ട സാധനങ്ങൾ: 4 കപ്പ് ബസ്മതി റൈസ്, 250 ഗ്രാം ചെമ്മീൻ, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1 ടീസ്പൂൺ വെളുത്തുള്ളി, ആവശ്യത്തിന് ഉപ്പ്, 2 കോഴിമുട്ട, 1 മാഗി ക്യൂബ്, 1/4 കപ്പ് ബീൻസ്, 1/4 കപ്പ് ക്യാരറ്റ്, ക്യാപ്സിക്കം ഞാനിവിടെ 3 കളറും എടുത്തിട്ടുണ്ട്, ടൊമാറ്റോ സോസ്, സോയ സോസ്, കുറച്ച് സൺഫ്ലവർ ഓയിൽ. ഇനി നമുക്ക് ഇതിലേക്കുള്ള ചെമ്മീൻ ഒന്ന് മാരിനേറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് കോൺഫ്ലവർ, വെളുത്തുള്ളി ചതച്ചത്, സോയ സോസ് ഇത് ചേർത്ത് ഇത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള മുട്ടയൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇത് ഒരുപാട് നേരം ഫ്രൈ ആക്കണ്ട, കുറച്ച് സമയം കഴിഞ്ഞാൽ തന്നെ ഇത് നമുക്ക് എടുത്തു മാറ്റാം. ഇനി ഒരു 2 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് മാരിനേറ്റ് ചെയ്ത് വെച്ച് ചെമ്മീൻ ഒന്ന് ഫ്രൈ ആക്കി എടുക്കാം. ചെമ്മീനും ചെറുതായി ഒന്ന് വേവിച്ചെടുത്താൽ മതി. ഇതൊരു ഭാഗം വെന്തിട്ടുണ്ട്, ഇനി ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം. ചെമ്മീൻ റെഡി ആയിട്ടുണ്ട്, ഇനി ഇത് എണ്ണയിൽ നിന്നും കോരിയെടുക്കാം. ഇനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച വെജിറ്റബിൾ ഓരോന്നായി ഇട്ട് കൊടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള വെജിറ്റബിളും ഒരുപാട് വെന്ത് പോകരുത്, ഹൈ ഫ്ലെയിമിലിട്ട് വേണം ഇത് ചെയ്യാൻ. ഇതൊരു 5 മിനിറ്റ് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം എടുത്തു വെച്ച മാഗി ക്യൂബ് ഒന്ന് പൊടിച്ചിട്ട് കൊടുക്കാം.
ചൈനീസ് ഫ്രൈഡ് റൈസിലൊക്കെ അജിനാമോട്ടോയാണ് ചേർക്കുന്നത്. അതിന് പകരമായി നമ്മളിവിടെ മാഗി ക്യൂബാണ് യൂസ് ചെയ്യുന്നത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുത്ത് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ശേഷം ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർത്ത് ഇതൊന്ന് നല്ലപോലെ ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് ആവശ്യമായ സ്പ്രിംഗ് ഓണിയൻ എനിക്ക് കിട്ടാത്തതുകൊണ്ട് ഇതിൽ ചേർത്തിട്ടില്ല. നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ അത് മസ്റ്റായും ചേർക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച റൈസ് കൂടി ചേർത്ത് കൊടുക്കാം. ഫ്രൈഡ് റൈസിലേക്കുള്ള റൈസ് ഒരു 1/4 ഭാഗം വെന്തതിന് ശേഷം ഊറ്റിയെടുത്ത് നല്ലപോലെ തണുപ്പിച്ച് ഇതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചെടുത്താൽ ഫ്രൈഡ് റൈസ് ഉണ്ടാക്കുന്ന സമയത്ത് ഇത് നല്ലപോലെ ഒട്ടിപ്പിടിക്കാതെ ഡ്രൈ ആയി തന്നെ കിട്ടും. റൈസും വെജിറ്റബിളും ഒന്ന് മിക്സ് ആയതിന് ശേഷം പൊരിച്ച് വെച്ച മുട്ട, ചെമ്മീൻ, 2 ടേബിൾ സ്പൂൺ സോയ സോസ്. ഞാനിവിടെ ഉപയോഗിച്ചിട്ടുള്ളത് ഡാർക്ക് സോയ സോസാണ്. ലൈറ്റ് സോസ് ആയാലും കുഴപ്പമില്ല. കുറച്ച് കുരുമുളക് പൊടി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇൻഡോ ചൈനീസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് മിക്സ് ചെയ്യുന്ന സമയത്ത് ഹൈ ഫ്ലെയിമിൽ ഇട്ട് തന്നെ വേണം മിക്സ് ചെയ്യാൻ. അവസാനമായി ഇതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ഞാൻ മാറ്റി വെച്ചിരുന്നു, അതുകൂടെ ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊരു കാണാൻ ഭംഗിക്ക് വേണ്ടി ചേർത്ത് കൊടുത്തതാണ്. മിക്സ് ചെയ്തെടുക്കുമ്പോൾ കളർഫുള്ളായി തോന്നും. ഇൻഡോ ചൈനീസ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കൂടെ ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യണേ. താങ്ക് യു ഫോർ വാച്ചിങ്.